ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ. ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ. എൻ്റെ ദുഃഖങ്ങളേറ്റെടുക്കും, എൻ്റെ ഭാരങ്ങൾ ലഘുവാക്കിടും. എൻ്റെ ദുഃഖങ്ങളേറ്റെടുക്കും, എൻ്റെ ഭാരങ്ങൾ ലഘുവാക്കിടും. എൻ്റെ കണ്ണീരു കണ്ടാലോടിയെത്തും, തൻ്റെ മാറോടു ചേർത്തെന്നെയുറക്കും. പ്രിയ സ്നേഹിതൻ എന്നേശുനാഥൻ, ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ. ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 16-ാം വാക്യം മുതൽ വായിച്ച് കേൾപ്പിക്കാം. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്തു ചെയ്യേണ്ടു, എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാനിത് ചെയ്യും, എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെ ആകുന്നു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ അനേകം ഉപമകളിൽ ഒന്നാണ് ഈ ഉപമയും. ധനവാനായ ഒരു മനുഷ്യൻ്റെ കാര്യം കർത്താവ് ഉപമയായി നമ്മെ പ്രസ്താവിച്ച് കേൾപ്പിക്കുകയാണ്. ഒരു കഥയാണ്, ഒരു ഉപമയാണ്. അത് അങ്ങനെ തന്നെ നടന്നതാകണമെന്നില്ല. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഈ ഉപമയിൽ വളരെ സമ്പന്നനായ ഒരു കൃഷിക്കാരനെക്കുറിച്ചാണ് പറയുന്നത്. ധനവാനായ ഒരു മനുഷ്യൻ, ധാരാളം നിലം പുരയിടങ്ങളുള്ള ഒരു മനുഷ്യൻ, ധാരാളം സ്വത്തുള്ളൊരു മനുഷ്യൻ. ഒട്ടേറെ ഗോതമ്പ് കൃഷിയായിരിക്കാം, നെൽകൃഷിയായിരിക്കാം, എന്തുമാകട്ടെ, ഒട്ടേറെ കൃഷിക്കുള്ള ഭൂമി, ഒട്ടേറെ വിളവെടുപ്പ് എല്ലാം ഉള്ള ഒരു സമ്പന്നനായ മനുഷ്യൻ. ഈ മനുഷ്യനെക്കുറിച്ചാണ് യേശുക്രിസ്തു പറയുന്നത്. നാം വായിക്കുന്നത് അങ്ങനെയാണ്,
ധനവാനായ ഒരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. നല്ല വിളവെടുപ്പായിരുന്നു, നല്ല കൊയ്ത്തായിരുന്നു, നല്ല സമൃദ്ധമായ വിളവെടുപ്പായിരുന്നു. നല്ലൊരു കൃഷിക്കാരനായിരിക്കണം. വളരെ ഉചിതമായും യുക്തമായും ബുദ്ധിപൂർവമായും കൃഷി ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണം. അതുകൊണ്ടായിരിക്കും അത്രയും നല്ല വിളവ് കിട്ടിയത്. ഭൂമി നന്നായി വിളഞ്ഞു, നല്ല വിളവെടുപ്പായപ്പോൾ അപ്പോഴാണ് പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്താ ചെയ്യുക? കളത്തിൽ കൊയ്ത് കൂട്ടിയതെല്ലാം മെതിച്ചു കൂട്ടിയതെല്ലാം കൂമ്പാരമായി കൂട്ടി. ഇത് സാധാരണ പതിവ് പോലുള്ള പതിർക്കേടൊന്നുമില്ല, പതിരില്ല, നല്ല ഒന്നാന്തരം വിളവെടുപ്പ്. എവിടെ ഇത് കൂട്ടിവെക്കും? ഇപ്പോഴുള്ള പത്തായങ്ങളിൽ കൊള്ളുകയില്ല, ഇപ്പോഴുള്ള നെല്ലറകളിൽ കൊള്ളുകയില്ല, സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കുകയില്ല. കാരണം ഇപ്പോൾ ഉള്ളവയിൽ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ധാരാളം ബാക്കിയാണ്. അവൻ രാത്രി ഉറങ്ങാൻ കിടക്കുകയാണെന്ന് നമുക്ക് ധരിക്കാം, സങ്കല്പിക്കാം. കാരണം തുടർന്ന് വായിക്കുമ്പോൾ അങ്ങനെ നമുക്ക് വിചാരിക്കത്തക്കവണ്ണമുള്ളതായ വാക്കുകളിൽ ഈ ഉപമയിൽ കർത്താവ് പറയുന്നുണ്ട്. രാത്രി ഉറങ്ങാൻ കിടക്കുന്നു, അവൻ ഉറക്കം വരുന്നില്ല. എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്യേണ്ടു? ഇല്ല എന്നുള്ളതല്ല അവൻ്റെ പ്രശ്നം. ഇന്ന് അനേകം ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ആഹാരമില്ല, വസ്ത്രമില്ല, നല്ല കിടപ്പാടമില്ല, ജീവിക്കാൻ മാർഗമില്ല, നല്ല തൊഴിലില്ല, നല്ല ആരോഗ്യമില്ല, കടം കൂടിക്കൂടി വരുന്നു, രോഗം വർദ്ധിച്ചു വരുന്നു, സൗഖ്യമില്ല, ജീവിതത്തിൽ പല പല പ്രതിസന്ധികൾ വരുന്നു, എതിർപ്പുകൾ വരുന്നു. പലർക്കും പല പ്രശ്നങ്ങളുണ്ട്. ഈ മനുഷ്യന് ആ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് നാം കാണുന്നില്ല. ഞാൻ എന്തു ചെയ്യേണ്ടു? എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചുകൊണ്ട് കിടക്കുകയാണ്. എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ വിളവും വസ്തുവകയും എവിടെ കൂട്ടിവെക്കും? ഓർത്തോർത്ത് കിടന്നു. അപ്പോൾ മനസ്സിൽ ചില പ്ലാനുകൾ രൂപപ്പെട്ടു. ആ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ പല പ്ലാനുകളും സ്കീമുകളും പല പദ്ധതികളും ഹൃദയത്തിൽ ആസൂത്രണം ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ചിന്തിച്ചത്: ഞാനിത് ചെയ്യും. എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എൻ്റെ ഇപ്പോഴത്തെ ഈ കളപ്പുരകളെല്ലാം പൊളിക്കും, ഇപ്പോഴത്തെ പത്തായങ്ങളെല്ലാം പൊളിക്കും, ഇതെല്ലാം പൊളിച്ച് മാറ്റും. അധികം വലിയവ ഞാൻ പണിയും. ഉണ്ടല്ലോ, സ്ഥലമുണ്ടല്ലോ, പണിയാനുള്ള വകയുണ്ടല്ലോ. എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. അപ്പോൾ മനസ്സിൽ ചില രൂപരേഖകൾ തയ്യാറായി വരുന്നു, ചില പ്ലാനും സ്കെച്ചും എല്ലാം മനസ്സിൽ രൂപപ്പെട്ടു വരുന്നു. എവിടെയാണ് പണിയേണ്ടത്? എന്ത് വിസ്താരത്തിലാണ് പണിയേണ്ടത്? എങ്ങനെയെല്ലാം ആയിരിക്കണം അതിൻ്റെ എലിവേഷൻ, അതിൻ്റെ രൂപഭംഗി എങ്ങനെയായിരിക്കണം, അതിൻ്റെ ആകൃതി എങ്ങനെയായിരിക്കണം, അതിൻ്റെ വലിപ്പം എങ്ങനെയായിരിക്കണം, അതിൻ്റെ അളവെങ്ങനെയായിരിക്കണം, പലതും മനസ്സിൽ രൂപപ്പെട്ടു. ബുദ്ധിമാനായ മനുഷ്യനാണല്ലോ. അങ്ങനെ ചിന്തിച്ച് വന്നപ്പോൾ പെട്ടെന്ന് ഓർത്തു, ഞാനൊരു ഭാഗ്യശാലിയാണല്ലോ. എനിക്ക് എന്തൊരു ഭാഗ്യമാണ് കിട്ടിയത്, എന്തൊരു സുഖമാണ് കിട്ടിയത്. ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വച്ചിരിക്കുന്നു. അനേകം വർഷങ്ങളിലേക്ക് വേണ്ടി ഞാൻ സമ്പാദിച്ചു വച്ചിരിക്കുന്നു. എത്ര വർഷത്തേക്ക്? പെട്ടെന്നങ്ങ് തീരുകയില്ല. ഒന്നല്ല രണ്ടല്ല, അനേകം വർഷങ്ങൾക്ക്, ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക. ഫോർ മെനി ഇയേഴ്സ് എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ അങ്ങനെ കാണും, ഫോർ മെനി ഇയേഴ്സ്. അനേകം വർഷങ്ങൾക്ക് വേണ്ടി എനിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞല്ലോ. സന്തോഷം, ഉള്ളങ്ങ് സന്തോഷം കൊണ്ടങ്ങ് നിറയുകയാണ്. ആഹ്ലാദം ഹൃദയത്തിൽ അലതല്ലുകയാണ്. എനിക്ക് പേടിക്കാനില്ല. ധാരാളം മഴ പെയ്ത് കൃഷിപ്പഴ വന്നാലും എനിക്ക് പേടിക്കാനില്ല. ഒട്ടും മഴയില്ലാതെ വറുതി വന്ന് ഉണക്ക് വന്ന് അങ്ങനെ കൃഷിപ്പഴ വന്നാലും എനിക്ക് പേടിക്കാനില്ല. ചാഴിക്കേട് വന്ന് കൃഷി മുഴുവനും അതിരായി പോയാലും എനിക്ക് പേടിക്കാനില്ല. കാരണം എനിക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക ഞാൻ സ്വരൂപിച്ച് വച്ചിരിക്കുന്നു. എനിക്ക് ആശ്വസിക്കാമല്ലോ, തിന്നാമല്ലോ, കുടിക്കാമല്ലോ, ആനന്ദിക്കാമല്ലോ. അവൻ പറയുകയാണ്,
ഞാനിത് ചെയ്യും. എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവയ്ക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കുറേ നേരം മനസ്സങ്ങനെ ആനന്ദിച്ച് കിടക്കുകയാണ്. എപ്പോഴോ പയ്യൊന്ന് മയങ്ങി, എപ്പോഴോ ഒന്ന് ഉറങ്ങി. വലിയ ഉറക്കമല്ല, പക്ഷേ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ഏതാണ്ടൊരു പ്രയാസം നെഞ്ചിലൊന്ന് പയ്യെ തടവി. എന്താ, ഏതാണ്ട് കല്ല് പോലെ വലിയൊരു വെയിറ്റ്, ഏതോ ഒരു ഹെവിനെസ്, ഒരു ചുമടിരിക്കുന്നത് പോലെ, ഏതാണ്ട് വലിയൊരു ചുമട് കയറ്റി വെച്ചിരിക്കുന്നത് പോലെ, വലിയൊരു ഭാരം. ഇല്ലല്ലോ, തപ്പി നോക്കി, ഇല്ല, വേറൊന്നും ഇല്ലല്ലോ. ഇപ്പം നെഞ്ചിൽ വേറൊന്നും ഇല്ലല്ലോ, കുഴപ്പമില്ല. പക്ഷേ ഒന്ന് എണീക്കാൻ നോക്കി, എണീക്കാൻ സാധിക്കുന്നില്ല, വേദനിക്കുന്നു. അങ്ങ് നെഞ്ച് ചങ്ക് പറിച്ച് കീറുന്നത് പോലത്തെ വേദന, ശ്വാസം കിട്ടുന്നില്ലാത്തതുപോലെ, ശ്വാസം ലഭിക്കുന്നില്ല, ശ്വാസോച്ഛ്വാസം ചെയ്യാൻ സാധിക്കുന്നില്ല. എന്താണിത്? നല്ലതുപോലെ വിയർക്കുന്നല്ലോ, കഠിനമായി വിയർക്കുന്നല്ലോ, ശബ്ദം പുറത്ത് വരുന്നില്ല. ആരെങ്കിലും വിളിക്കാം, പറ്റുന്നില്ല, ശബ്ദം പുറത്ത് വരുന്നില്ല. ഇപ്പോൾ വിളവിൻ്റെ കാര്യം ചിന്തയില്ല, വസ്തുവകയുടെ കാര്യം ചിന്തയില്ല, കളപ്പുരകളുടെ കാര്യം ചിന്തയില്ല, പുതിയ കളപ്പുര പണിയുന്നതിനെക്കുറിച്ചുള്ള ചിന്തയില്ല, പത്തായങ്ങൾ പോരായി എന്നുള്ള ചിന്തയില്ല, ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വെച്ചിരിക്കുന്നുള്ളതായ വിചാരമില്ല. ഇപ്പോൾ അതൊന്നുമല്ല ചിന്ത. എന്താണ് എനിക്ക് എന്താണിത്? എഴുന്നേറ്റ് നോക്കി, ഇരിക്കാൻ വയ്യ. ചാരിയിരുന്ന് നോക്കി, ഇരിക്കാൻ വയ്യ. വീണ്ടും കടന്നു നോക്കി, വയ്യ. നടക്കാമോ? നടക്കാൻ ഒട്ടും സാധ്യമല്ല. വിഷമിച്ചു. വിയർപ്പ് കൂടിക്കൂടി വരുന്നു, വേദന വർദ്ധിച്ചു വരുന്നു. തല ചുറ്റുന്നുണ്ടോ? എന്താണ് എനിക്ക് പറ്റിയത്? ഇതെന്താണ്? വലിയൊരു സംഭ്രമം, ഏതാണ്ടെല്ലാമുള്ളൊരു വലിയ പരിഭ്രാന്തി. അപ്പോൾ കേൾക്കാം ഒരു ശബ്ദം, മൂഢ. ഇതാരെ വിളിക്കുന്നത്? മൂഢ, ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. മൂഢ, ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. ചോദിച്ചാലെന്നല്ല, ചോദിക്കും. മരിക്കാൻ പോവുകയാണ്, മനസ്സിലായി? തീരാൻ പോവുകയാണ്. മൂഢ, ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? നീ സ്വരൂപിച്ച് വെച്ചത് ആർക്കാകും? ആർക്കാണ് വരാനിരിക്കുന്നത്? ആർക്കാണ് കിട്ടാൻ പോകുന്നത്? മൂഢ, ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? അധികം നേരം കഴിഞ്ഞില്ല. ആരെങ്കിലും അടുത്ത് വന്നോ? നമുക്ക് അറിഞ്ഞുകൂടാ. എന്താണ് സംഭവിച്ചത്? ആ പ്രാണൻ ശരീരത്തിൽ നിന്ന് പറന്നകുന്നു. ശരീരത്തിൽ നിന്ന് പ്രാണൻ വിട്ടുപോയി. സഹോദരങ്ങളെ, മരണം എപ്പോഴെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. മരണം എങ്ങനെയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. മനുഷ്യജീവിതം എത്ര ക്ഷണികമാണെന്ന് പലപ്പോഴും നാം ഓർക്കാറില്ല. എന്തുണ്ട് ഈ ലോക ജീവിതം? നമുക്ക് ഇനി വഴക്കടിക്കാൻ നേരമുണ്ടോ? നമുക്ക് പിണങ്ങിയിരിക്കാൻ നേരമുണ്ടോ? നമുക്ക് ഭിന്നിച്ചിരിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, വീട്ടിൽ കലഹം ഉണ്ടാക്കാൻ പറ്റുമോ? പാവം ഭാര്യയെ ഉപദ്രവിക്കാൻ പറ്റുമോ? ആ സാധുവിനെ തല്ലിച്ചതയ്ക്കാൻ പറ്റുമോ? ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ച് അന്യപുരുഷൻ്റെ കൂടെ പോകാൻ തോന്നുമോ? പ്രിയപ്പെട്ടവരെ, നാം കഞ്ചാവിനും മദ്യത്തിനും അടിമകളായി ജീവിക്കാൻ പാടുണ്ടോ? എന്തുണ്ട് ഈ ലോക ജീവിതം? എന്താണ് ഈ ലോക ജീവിതം? ക്ഷണികമായ ജീവിതം, താൽക്കാലികമായ ജീവിതം. ഈ ഭൗതിക ജീവിതം എത്രയോ നശ്വരമാണ്, എത്രയോ നിസ്സാരമാണ്. മനുഷ്യജീവിതം ക്ഷണികമത്രേ. രോഗമെന്നാകണമെന്നില്ല, അത്യാഹിതമെന്നാകണമെന്നില്ല. വളരെ വിദഗ്ധനായ, വളരെ സുപ്രസിദ്ധനായ ഒരു ഡോക്ടർ ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു പ്രത്യേക രോഗവും നേരത്തെ ഉണ്ടായിരിക്കണമെന്നില്ല, ഒരു പ്രത്യേക ലക്ഷണവും ഉണ്ടാകണമെന്നില്ല. ഒരു സെക്കൻഡ് കൊണ്ട് അപ്രതീക്ഷിതമായി, ആകസ്മികമായി മരണം സംഭവിക്കാവുന്നതേ ഉള്ളൂ. എന്താണ് പറഞ്ഞത്? ഒരു പ്രത്യേക രോഗം വരണമെന്നില്ല, ഏതെങ്കിലും രോഗം ഉണ്ടായിരിക്കണമെന്നില്ല, ഒരു ആപത്തും വരണമെന്നില്ല. ഒരു സെക്കൻഡ് നേരം കൊണ്ട്
ഈ ശരീരത്തിൽ കൂടി കൊള്ളുന്ന പ്രാണൻ വിട്ടു പോകാവുന്നതാണ്. സ്നേഹിതരെ, ഓർക്കൂ, മനുഷ്യജീവിതം ക്ഷണികമാണ്, മനുഷ്യജീവിതം നശ്വരമാണ്, മനുഷ്യജീവിതം താൽക്കാലികമാണ്. ഭക്തനായ വളരെ സുപ്രശസ്തനായ ഗാനരചയിതാവായ സാധു കൊച്ചുകുഞ്ഞുദേശി പാടി, നിങ്ങൾ പക്ഷേ പാടുമായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും, അറിയാവുന്നവർക്ക് ചേർന്ന് പാടാം. ആരു സഹായിക്കും, ലോകം തുണയ്ക്കുമോ, ജീവൻ പോയിടുമ്പോൾ ആശ്രയമാരുള്ളൂ. ആരു സഹായിക്കും, ലോകം തുണയ്ക്കുമോ, ജീവൻ പോയിടുമ്പോൾ ആശ്രയമാരുള്ളൂ. സ്നേഹിതന്മാർ വന്നാൽ ചേർന്നരികിൽ നിൽക്കും, ഖേദം പൂണ്ടെല്ലാരും കണ്ണുനീർ തൂകിടും. സ്നേഹിതന്മാർ വന്നാൽ ചേർന്നരികിൽ നിൽക്കും, ഖേദം പൂണ്ടെല്ലാരും കണ്ണുനീർ തൂകിടും. ജീവന്റെ നായകൻ ദേഹിയെ ചോദിച്ചാൽ ഇല്ലെന്നോതുവാൻ ഭൂതലേ ആരുള്ളൂ. ജീവന്റെ നായകൻ ദേഹിയെ ചോദിച്ചാൽ ഇല്ലെന്നോതുവാൻ ഭൂതലേ ആരുള്ളൂ. ജീവന്റെ നായകൻ ദേഹിയെ ചോദിച്ചാൽ, പ്രാണനെ ചോദിച്ചാൽ ഇല്ല ഇല്ല ഇപ്പോൾ തയ്യാറല്ല എന്ന് പറയാൻ ആർക്ക് സാധിക്കും? മരണദൂതൻ വന്നു. മരണദൂതൻ വന്ന് പിടികൂടാൻ വന്നപ്പോൾ ഇല്ല, ഞാനിപ്പോൾ തയ്യാറായില്ല എന്ന് പറയാൻ ആരെക്കൊണ്ട് സാധിക്കും? പ്രിയപ്പെട്ടവരെ, മനുഷ്യജീവിതം എത്ര നിസ്സാരമാണ്, എത്ര പെട്ടെന്നെല്ലാം തീർന്നു പോകാവുന്നതേ ഉള്ളൂ. ഇന്ന് നാം ഈ വസിക്കുന്ന ഭൂമിയിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഒരു 100 വർഷം മുൻപ് നാം ആരെങ്കിലും വന്നതാണോ ഈ ഭൂമിയിൽ? അല്ല, ഒരു 100 വർഷത്തിന് ശേഷം നാം ആരെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുമോ? ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന എത്ര പേര് കാണും ഒരു 100 വർഷത്തിന് ശേഷം ഈ ഭൂമിയിൽ? ജീവിതം എത്ര താൽക്കാലികമാണ്. ഇതെല്ലാം നമുക്കറിയാം, ഇതെല്ലാം നാം കാണുന്നുണ്ട്. നിത്യേന നമ്മുടെ ചുറ്റുപാടും, നമ്മുടെ വീടുകളിലും, നമ്മുടെ പരിസരങ്ങളിലും, നമ്മുടെ ബന്ധുമിത്രാദികളുടെ ഇടയിലും, നമ്മുടെ ചാർച്ചക്കാരുടെ ഭവനങ്ങളിലെല്ലാം നാം ഇത് കാണുന്നുണ്ട്. എത്ര പെട്ടെന്നാണ് പ്രിയപ്പെട്ടവർ കടന്നു പോകുന്നത്. ജീവൻ്റെ നായകൻ ദേഹിയെ ചോദിച്ചാൽ ഇല്ല ഇല്ല എന്ന് ഓതുവാൻ ഭൂതലേ ആരുള്ളൂ. ഏവനും താൻ ചെയ്ത ആ പ്രവൃത്തികൾക്കൊത്തതുപോലെ പ്രാപിപ്പാൻ നിത്യതയിലേക്ക് മാറ്റപ്പെടും. സത്യമാണിത്. ഓരോരുത്തരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കുന്ന ഈ യാഥാർത്ഥ്യത്തെ നിങ്ങൾ മറികടന്നു പോകരുത്. മരണം സുനിശ്ചിതമാണ്. പലതും ഉറപ്പുള്ളതല്ല. പലതും നമുക്ക് അതുപോലെ നിശ്ചയം പറയാനൊക്കെയില്ല. പരീക്ഷ പാസ്സാകുമോ? ആർക്കറിയാം, പാസ്സാകുമായിരിക്കും. ജോലി കിട്ടുമോ? അപേക്ഷിച്ചുകൊണ്ട് കിട്ടുമായിരിക്കും. വിവാഹം ഉടൻ നടക്കുമോ? അറിയാൻ വയ്യ, നടക്കുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, വീട് പണി പൂർത്തിയാക്കുമോ? അറിയാൻ വയ്യ. എന്നാലൊന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം, ഒരു ദിവസം കടന്നു പോകും. അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല. എല്ലാവരും വീർപ്പടക്കി നിൽക്കും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പലപ്പോഴും ഓർക്കാറുണ്ട്. ശവശരീരം അങ്ങനെ കിടക്കും. ഇതിലെല്ലാം സഞ്ചരിച്ച ശരീരം, ഏതെല്ലാം പ്രദേശം കണ്ടതായ ശരീരം, എവിടെയെല്ലാം യാത്ര ചെയ്തതായ ശരീരം, അത് നിശ്ചലമായി കിടക്കും. പ്രിയപ്പെട്ടവരെ ദുഃഖത്തോടെ നിൽക്കും. ഓമനക്കുഞ്ഞുങ്ങൾ വന്ന് നിൽക്കും. കുഞ്ഞുങ്ങൾ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, ബന്ധത്തിൽപ്പെട്ടവർ, സ്നേഹിതന്മാർ, സുഹൃത്തുക്കൾ, കൂടെ ജോലി ചെയ്തവർ, പണിയെടുത്തവർ, കൂടെ പഠിച്ചവർ, കൂടെ താമസിച്ചവർ, എല്ലാവരും അമ്പരപ്പോടെ നിൽക്കും, ദുഃഖാക്രാന്തരായി നിൽക്കും. ഞാനെന്ന് പറയുന്ന മനുഷ്യൻ, ഞാൻ നിത്യതയിലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഓർക്കൂ, ഒരു ദിവസം മരണത്തെ നാം നേരിടും. എന്നാൽ സഹോദരങ്ങളെ, ഒരു ദിവസം നിത്യതയിലേക്ക് നാം കടന്നു ചെല്ലും. മരണദൂതൻ നമ്മെ പിടികൂടാൻ വരും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നാം മരണത്തെ നേരിടാൻ ഒരുങ്ങേണ്ടതാണ്. അതാണ് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നത്.
ഞാൻ സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി കേട്ടത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. സ്വർഗത്തിലെ മഹാശബ്ദം ഭൂമിയിൽ മുഴങ്ങിക്കേട്ടു. അപ്പോസ്തലൻ ഭൂമിയിൽ കേൾക്കുകയാണ്. സ്വർഗത്തിലെ ശബ്ദം ഭൂമിയിൽ മുഴങ്ങിയതാണ് അപ്പോസ്തലൻ കേട്ടത്. യോഹന്നാൻ ശ്ലീഹ വെളിപ്പാട് പുസ്തകത്തിൽ കേട്ടത് അതാണ്. സ്വർഗത്തിലെ മഹാശബ്ദം ഭൂമിയിൽ മുഴങ്ങുന്നതായി കേട്ടത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിൽ മരിക്കാൻ ഒക്കുകയുള്ളൂ. ക്രിസ്തുവിൽ ജീവിക്കുക. ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിൽ മരിക്കാൻ ഒക്കുകയുള്ളൂ. ക്രിസ്തുവിൽ മരിക്കുന്നവരെക്കുറിച്ചാണ് പൂർവ്വ പിതാക്കന്മാർ പാടിയത്, ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരെന്ന്. നിന്റെ കൃപയിൽ ശരണപ്പെട്ട് മരണമടഞ്ഞ ദാസന്മാർ, ദാസീദാസന്മാർ, ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരെ, നിൻ ജീവസ്വരം അത് ഉണർത്തണമേ കബറിന്ന് ഉദ്യാനത്തിനായി എന്ന് പിതാക്കന്മാർ പാടി. സ്വർഗീയ ഉദ്യാനത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് ചെല്ലുവാൻ ആർക്ക് സാധിക്കും? ഈ ഭൂമിയിൽ ജീവിച്ച കാലത്ത് ക്രിസ്തുവിൽ ശരണത്തിൽ, ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ, ക്രിസ്തുവിനോടുള്ള ആ സ്നേഹത്തിൽ നിൽക്കുന്നവർ മാത്രമേ അക്കരെ ദേശത്ത് ചെല്ലുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വർഗീയ ഉദ്യാനത്തിലേക്ക്, സ്വർഗീയ പ്രതീസായിലേക്ക് വിശുദ്ധന്മാരുടെ നിലയിൽ പറന്നെത്തുവാൻ കഴിയുകയുള്ളൂ. സ്നേഹിതരെ, നമ്മുടെ ജീവിതം എങ്ങനെ? നാം ഇന്ന് ക്രിസ്തുവിലായോ? നാം ക്രിസ്തുവിലാകാനാണ് ഗോകുൽത്തായിലെ കുരിശിൽ കർത്താവായ യേശു ക്രിസ്തു മൂന്നാണികളിൽ തൂങ്ങിയത്. 33.5 വയസ്സിൽ, ആ നല്ല യൗവനപ്രായത്തിൽ പ്രിയപ്പെട്ടവരെ തന്നെത്താൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. എൻ്റെ രക്ഷയ്ക്ക്, സ്നേഹിതരെ, നിങ്ങളുടെ രക്ഷയ്ക്ക്, നിങ്ങളെ ആത്മാവിൽ വീണ്ടും ജനിപ്പിക്കുവാൻ, നിങ്ങളെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർക്കുവാൻ, സ്വർഗത്തിൻ്റെ അവകാശം നിങ്ങൾക്ക് തരുവാൻ രക്ഷകൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. മോറാനേശു മിശിഹ, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിൽ ഞങ്ങളുടെ നേരെ നീ അടച്ചു കളയരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളാവുന്നത് നിങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, നിൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകേണ്ടതിന്, കർത്താവേ, നിൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിൻ്റെ സ്നേഹം നിൻ്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് നിന്നെ ഇറക്കിക്കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ സ്വർഗീയ സ്ഥാനത്ത് നിന്ന് നമ്മെ വീണ്ടെടുക്കുവാനായി, നമ്മുടെ മരണം മാറ്റുവാനായി, നിത്യജീവൻ്റെ ഉറപ്പ് നമുക്ക് തരുവാനായി തന്നെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. സഹോദരീ സഹോദരങ്ങളെ, പൂർവ്വ പിതാക്കന്മാർ കാവ്യമാധുരിയാർന്ന കവിതയുടെ ശീലുകളിൽ ഇക്കാര്യം പാടി. നിങ്ങൾ പക്ഷേ പാടാറുണ്ട്. ക്രോബേസ്രാപ്പികൾ തൻ സവിധം വീട്ടവതരണം ചെയ്ത കന്യകൻ ഉദരേ വാണോലേ ആദാമ്യസാത്താൻ മൃദീവതൻ അടിമയിൽ നിന്നേറ്റിടുവാൻ മെയ്യേ നിരവീരസ്തോത്രം. ആദാമ്യ മനുഷ്യരെ സാത്താൻ്റെയും മരണത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് ഉദ്ധരിപ്പാനായി മെയ്യേന്തിയ ശരീരമെടുത്ത വീരനാം ദൈവമേ, നിനക്ക് സ്തോത്രം. സ്നേഹിതരെ, ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വരണമെങ്കിൽ ഇന്ന് ഹൃദയത്തിലുള്ളതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റണം. പാപം മാറണം, അഴുക്ക് മാറണം, ദുശ്ശീലം മാറണം, ദുസ്വഭാവം മാറണം, കോപം മാറണം, വൈരാഗ്യം മാറണം, വിദ്വേഷം മാറണം. പ്രിയപ്പെട്ടവരെ, മദ്യപാനാസക്തി മാറണം, അഴുക്ക് ജീവിതം മാറണം, മ്ലേച്ഛമായ ചിന്താഗതികൾ മാറണം, അസഭ്യ സംഭാഷണം മാറണം, അശ്ലീല ജീവിതം മാറണം, ജീവിതം ശോഭായമാനമായി തീരണം. പ്രിയപ്പെട്ടവരെ, ഈ മഹാഭാഗ്യം നിങ്ങൾക്ക് വേണമോ? വേണമെങ്കിൽ ഇപ്പോൾ ക്രിസ്തു നിങ്ങളുടെ അരികത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരിയ്ക്കുന്നിടത്ത് യേശു ക്രിസ്തു നിങ്ങളുടെ സമീപത്ത് കൂടെ നടക്കുന്നുണ്ട്. മകളെ വിശ്വസിക്കൂ, പ്രിയമകനെ നീ വിശ്വസിക്കൂ, ദൈവത്തിലെ നീ വിശ്വസിക്കൂ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് നിന്നെ തേടി വരാനാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് നിൻ്റെ ഹൃദയത്തിൽ വസിപ്പാനാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് നിൻ്റെ ആത്മീയ മരണം മാറ്റാനാണ്, നിന്നെ സ്വർഗ്ഗരാജ്യത്തിൻ്റെ അവകാശിയാക്കി തീർക്കാനാണ്. വിശ്വസിക്കൂ ദൈവവൈതലേ, ഇപ്പോൾ നിൻ്റെ അരികത്ത് വന്ന് കെഞ്ചി നിൽക്കുന്ന രക്ഷകനെ നീ ഹൃദയത്തിലേക്ക് സ്വീകരിക്കൂ. നാഥ, ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കും. യേശുനാഥ, ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ മനുഷ്യനായി ജീവിക്കും.
കർത്താവേ, ഏത് സമയത്തും എൻ്റെ കർത്താവേ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. ഇന്നു മുതൽ യേശുവുള്ളവനായി യേശുവുള്ളവളായി ഞാൻ ജീവിക്കും. നിങ്ങൾ തീരുമാനിക്കൂ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, മരണം ജീവിതത്തിൽ ഏത് സമയത്ത് വരുമെന്ന് നിശ്ചയമില്ലാത്തതിനാൽ ഇപ്പോൾ ഒരുങ്ങിയിരിപ്പീനെന്ന് അവിടുത്തെ ആത്മാവ് ഞങ്ങളെ പ്രബോധിപ്പിച്ചതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള കർത്താവേ, ഈ താൽക്കാലിക ജീവിതം മായയാണ് എണ്ണിക്കൊണ്ട് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് ഇവിടെ വെച്ച് പ്രാപിപ്പാൻ ആർജിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിത്യജീവന്റെ അവകാശത്തിലേക്ക് കടന്നു വരാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ